ഡോക്ടർമാരുടെ അശ്രദ്ധ മൂലം നിരവധി ചികിത്സാ പിഴവ് ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട്. നാവിന് ശസ്ത്രക്രിയ നൽകിയതും പൊട്ടിയ കയ്യിലിടേണ്ട കമ്പി മാറിയിട്ടതും നമ്മൾ അറിഞ്ഞതാണ്. പൊതുജനങ്ങൾക്കായി സേവനമനുഷ്ഠിക്കേണ്ട ഇത്തരക്കാർ തന്നെ അബദ്ധങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പൊതുജനം എങ്ങനെയാണ് ആശുപത്രികളിൽ പോകുന്നത്? എങ്ങനെയാണ് വിശ്വസിച്ച് ഒരു ചികിത്സയിൽ നടക്കുക? കൃത്യമായി സേവനമനുഷ്ഠിക്കേണ്ട ഡോക്ടർമാർ അനധികൃത അവധിയെടുത്ത് സ്വന്തം കാര്യം നോക്കുകയാണ് ഇപ്പോൾ. പാവപ്പെട്ട ജനങ്ങൾക്ക് കൃത്യമായ ചികിത്സ ലഭിക്കാതെ ദുരിതം അനുഭവിക്കുന്നു. ഇത്തരക്കാരെ വെച്ചു പൊറുപ്പിക്കില്ല എന്നാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ജനസേവനം അനുഷ്ഠിക്കാൻ കഴിയുന്നവർ മാത്രം ജോലിയിൽ തുടരേണ്ടതുള്ളൂ എന്നാണ് സർക്കാർ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അനധികൃതമായി ജോലിക്ക് ഹാജരാകാത്ത 56 ഡോക്ടർമാർക്കെതിരെ നടപടി എടുത്തിരിക്കുകയാണ് ഇപ്പോൾ. 56 ഡോക്ടർമാരെ പിരിച്ചുവിടാൻ ഒരുങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. 2008 മുതൽ 15 വർഷത്തിലേറെയായി ജോലിക്കെത്താത്ത ഡോക്ടർമാരും ഈ കൂട്ടത്തിലുണ്ട്. തിരികെ എത്താൻ അവസരം നൽകിയെങ്കിലും ഇവർ ഇതുവരെ ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല. ഈ 56 പേരും സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരാണ്. 15 ദിവസത്തിനകം ഹാജരാകാൻ അന്തിമ നോട്ടീസ് നൽകും. ശേഷം തിരിച്ചെത്തിയില്ലെങ്കിൽ അറിയിപ്പില്ലാതെ തന്നെ പിരിച്ചുവിടുമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മറ്റു സർക്കാർ ആശുപത്രികളിൽ ജോലിക്ക് എത്താത്തവരുടെ കണക്കെടുപ്പുകളും ആരംഭിച്ചിട്ടുണ്ട്. ഇവർക്കും നോട്ടീസ് നൽകുകയും അതിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ പിരിച്ചുവിടുകയും ചെയ്യും. ചെയ്യുന്ന ജോലിയിൽ ഒരു കൃത്രിമത്വവും കാണിക്കാൻ പാടില്ലാത്തവർ ഉന്നത പഠനം, ആരോഗ്യ പ്രശ്നം തുടങ്ങിയ കാരണങ്ങളാൽ അവധിയെടുത്ത ശേഷം തിരിച്ചു കയറുകയും വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുകയുമാണ് ചെയ്യുന്നത്. പലരും ഈ കാരണത്താൽ അവധിയെടുത്ത് നാട്ടിലും വിദേശത്തും ജോലി ചെയ്യുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ആരോഗ്യവകുപ്പ് നടപടിയെടുക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. കോഴിക്കോട്, കോട്ടയം, തിരുവനന്തപുരം, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, ഇടുക്കി, വയനാട് മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള 56 ഡോക്ടർമാരാണ് മാറി നിൽക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ഡോക്ടർമാരുടെ അനധികൃത അവധിയെടുക്കലിൽ ഒന്നാമത്. 13 പേരാണ് ഇവിടെ അവധിയിലുള്ളത്. പ്രസവാവധി എടുത്തുവരെ ഡോക്ടർമാർ മുങ്ങിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം. ഓരോ ആശുപത്രിയിലും ദീർഘകാല അവധിയിലുള്ളവരുടെ വിവരം ശേഖരിച്ച് പ്രസിദ്ധപ്പെടുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. അവധിയിൽ പോയ 119 ഡോക്ടർമാരെ നേരത്തെ പിരിച്ചുവിട്ടിരുന്നു.